ഈ വാർത്തകളിലേക്ക് ഒരു ക്രൂരമായ വാർത്തയിലേക്കാണ്. വളർത്തുനായയെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊന്ന യുവാക്കൾ. തിരുവനന്തപുരം പോത്തൻകോടാണ് സംഭവം. കാട്ടായിക്കോണത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത്. നായയെ കൊല്ലുന്ന ദൃശ്യങ്ങളും യുവാക്കൾ പകർത്തി. സംഭവത്തിൽ നായയുടെ ഉടമസ്ഥൻ കാട്ടായിക്കോണം സ്വദേശി കരുണാകരൻ നായർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊലപാതക രീതി പരിശീലനം ലഭിച്ചവരെ പോലെ എന്ന് കരുണാകരൻ നായർ ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഒരു കൊലപാതക രീതി നമ്മൾ ഇന്നലെ തന്നെ ഈ ഒരു വാർത്ത അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടതാണ്. വഴിയരികിൽ കിടന്ന നായയെ അത് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ക്രൂരമായ ദൃശ്യങ്ങൾ അത് ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ അത് സംബന്ധിച്ചൊരു പ്രതികരണം വന്നിരിക്കുന്നു. വളർത്തുനായയുടെ ഉടമ തന്നെ പറയുന്നു, അതായത് വളരെ ക്രൂരമായ സംഭവം, ഒപ്പം പരിശീലനം ലഭിച്ചവരെ പോലെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയത് എന്നും പറയുന്നുണ്ടല്ലേ? നിഖിലെ, കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം പോത്തൻകോട് കാട്ടായിക്കോണത്ത് നായയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത്. തലയ്ക്ക് അടിച്ച് കമ്പിപ്പാര കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. നമ്മൾ അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്തു. അതായത് രണ്ട് യുവാക്കളാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. രണ്ട് യുവാക്കൾ അവർ ബൈക്കിലെത്തുകയും ഒരു യുവാവ് ബൈക്കിൽ ഇരിക്കുന്നു, മറ്റൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി നായയെ നോക്കുന്നു. മറ്റിടത്ത് ചുറ്റും ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതും ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. ചുറ്റും ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നായയുടെ അടുത്ത് ചെന്ന് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ക്രൂരമായി. അതോടൊപ്പം തന്നെ മറ്റൊരു യുവാവ് ഈ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. അതിലാണ് ഇപ്പോൾ അതിൻ്റെ ഈ വളർത്തുനായയുടെ ഉടമസ്ഥൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ചില സംഘടനകളിൽപ്പെട്ടവരാണോ എന്നടക്കമുള്ള സംശയങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വ്യാപകമായി നായകളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലടക്കം ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നായകളുടെ ശരീരത്തിൽ വാൾ കൊണ്ട് മുറിഞ്ഞൊരു പാട് ഉണ്ടാകുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ, PFI പോലുള്ള സംഘടനകളുടെ പരിശീലന ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നായകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നടക്കമുള്ള വാർത്തകളും വരുന്നുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഏതെങ്കിലും പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും സംശയം ഉണ്ടാകുന്നുണ്ട്. അതിനുകൂടി അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്റലിജൻസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിലൊരു സമഗ്രമായ അന്വേഷണവും നടത്തണമെന്നൊരു ആവശ്യവും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് സാധാരണ സ്വാഭാവികമായിട്ട് നമ്മൾ തെരുവുനായകൾ ആക്രമിക്കുമ്പോൾ കല്ലെടുത്തെറിയുകയോ അല്ലെങ്കിൽ അതിനെ തിരിച്ചുപദ്രവിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടു. ഇവിടെ അങ്ങനെയല്ല. ഇവർ ബൈക്കിലെത്തി സ്ഥലത്ത് ഇത്തരത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം കമ്പിപ്പാരയുമായി ചെന്ന് നായയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള പരിശീലനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ എന്നടക്കമാണ് ഇപ്പോൾ സംശയമായിട്ട് ഉയരുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കൂടുതൽ അപ്ഡേഷനും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം ഇതിൻ്റെ ഒരു തീവ്ര സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു ക്രൂര സ്വഭാവം സാമാന്യം ആയ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യവും ശക്തമാകുന്നത്. മാത്രമല്ല, ഇന്റലിജൻസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഈ കൃത്യം നടത്തിയവരാരാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണവും നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, മറ്റ് ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്ത് പോത്തൻകോടിന് സമീപത്താണ് ഈ മനസാക്ഷി തന്നെ മരവിക്കുന്ന രീതിയിൽ ക്രൂരമായ രീതിയിൽ തെരുവുനായയെ തല്ലിക്കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് പിന്നീട് ഇത് വളർത്തുന്ന നായയാണ് എന്നതടക്കം അറിയുകയും അതിൻ്റെ ഉടമസ്ഥൻ തന്നെ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇതിനാണ് ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഈ നായയെ ആക്രമിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഘടനകളുടെ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണവും ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ.